ഹലോ. എന്നോട് പല അമ്മമാരും പറയാറുണ്ട്, കുട്ടികളുമായിട്ട് പുറത്തു പോകുമ്പോൾ പിള്ളേർ ഭയങ്കര വാശിയാണ്. നമുക്ക് അവരെയും കൊണ്ട് പുറത്തു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്ത് കണ്ടാലും വല്ലാണ്ട് അത് വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ കൂടെയുള്ള കുട്ടികളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ കസിൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കാണുന്ന എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനോട് ഇഷ്ടം തോന്നിയിട്ട് അത് വേണമെന്ന് പറഞ്ഞ് വല്ലാണ്ട് വാശി പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇങ്ങനെ അമിതമായി വാശി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടേതല്ല കുഞ്ഞെ, നമ്മുടേതല്ല, നമുക്ക് പിന്നീട് വാങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ഇമോഷൻ മനസ്സിലാക്കുക. അവർക്കത് വേണം, ആഗ്രഹം കൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. കാണുന്നതെല്ലാം വേണം 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് അവർക്ക് യൂസ് ആവോ, അല്ലെങ്കിൽ അവർക്കത് വേണ്ട സാധനങ്ങളാണോ അതോ ആവശ്യമില്ലാത്തതാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള പ്രായം അവർക്കായിട്ടില്ല. അപ്പൊ തന്നെ എന്ത് കണ്ടാലും അവർ വേണമെന്ന് വാശി പിടിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കുട്ടിയുടെ ആവശ്യം ജെന്യുവിൻ ആണോ എന്ന് നോക്കുക. നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കുക. എന്ന് പറഞ്ഞ് കുട്ടി എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കുക എന്നല്ല. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കണ്ടിട്ടാണ് കുട്ടി കരയുന്നതെങ്കിൽ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെയും കൊണ്ട് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കിപ്പിക്കും. നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് എന്തായാലും പേരൻസ്, നമുക്കൊരു ഐഡിയ കാണുമല്ലോ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ തന്നെ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് പറയാം, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, നിനക്ക് ഇന്ന ഇന്ന ഐറ്റംസ്, അതായത് ഫുഡ് ഐറ്റംസ്, നമ്മൾ കുഞ്ഞിന് എന്തായാലും സ്നാക്സോ അതോ ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടി ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന സാഹചര്യത്തിൽ അവരെയും കൊണ്ട് ആ ലിസ്റ്റ് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിന്റെ ഒരു ലിസ്റ്റ് അവരെയും കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അവരെയും കൊണ്ട് എഴുതാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവരെയും കൊണ്ട് എഴുതിക്കുക. അതെല്ലാം വരയ്ക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവരെയും കൊണ്ട് വരപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ കുട്ടിക്ക് നിനക്ക് എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. അപ്പോൾ അവർ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ പറ്റില്ല, ഒരേ ഒരു ഐറ്റമേ വാങ്ങുള്ളൂ നമ്മൾ തീർത്തും പറയുക. ഇനി സ്നാക്സ്, ബിസ്ക്കറ്റ്സ് ആയാലും ഐസ്ക്രീംസ് ആയാലും എന്താണെങ്കിലും ശരി, ഒരു ഐറ്റം, അത് നിനക്ക് എന്താണോ വേണ്ടത് അത് നീ ആ ലിസ്റ്റിൽ എഴുതുക. പറഞ്ഞ പോലെ ചെറിയ കുട്ടിയാണെങ്കിൽ എഴുതാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, എഴുതാൻ അറിയാത്ത കുട്ടിയാണെങ്കിൽ വരച്ചു കൊടുക്കുക. അത് രണ്ടിനും അറിയാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആ ലിസ്റ്റ് വാങ്ങി എഴുതി കൊടുക്കുക എന്താണ് വേണ്ടതെന്ന്. ഇനി നമ്മളിപ്പോ പുറത്തു പോയി അവർ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി വാശി പിടിച്ചാൽ പറയാ, ഇല്ല ഇപ്പോൾ എന്തായാലും വാങ്ങാൻ പറ്റില്ല, നിന്റെ ലിസ്റ്റിലുള്ള സാധനം നീ വാങ്ങിക്കോ. കുട്ടികൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ അത് വേണം ഇത് വേണമെന്ന് വാശി പിടിക്കുന്ന, അവർക്ക് അതിനോടുള്ള ആ വസ്തുവിനോടുള്ള താല്പര്യത്തിനെക്കാട്ടിലും കൂടുതൽ ഷോപ്പ് ചെയ്യുക എന്നുള്ളൊരു, സാധനങ്ങൾ വാങ്ങുക എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതൽ. അപ്പൊ അവരെയും കൊണ്ട് നമുക്ക് നമ്മുടെ കാർട്ടിലേക്ക് എടുത്തിടിക്കാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ, നിന്റെ ലിസ്റ്റിലുള്ള സാധനം ഏതാണ് അത് നോക്കി എടുത്തിട്ട് വാ എന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് വീണ്ടും 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 വേണമെന്നുള്ള ഒരു ആഗ്രഹം മാറുകയും ചെയ്യും. അവർക്ക് സാധനങ്ങൾ വാങ്ങി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ മറ്റുള്ള വീടുകളിൽ പോയിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു വേണമെന്ന് അമിതമായി വാശി പിടിച്ചാൽ ഒരു കാരണവശാലും കുഞ്ഞിന് ആഗ്രഹമല്ലേ അത് കൊടുക്കൂ എന്ന് മറ്റു കുട്ടിയോട് പറയാൻ നിൽക്കരുത്. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കുട്ടിക്ക് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ പേരൻസ് ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടിക്കൊരു വഞ്ചി വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ആ വഞ്ചിയിൽ ഇടാനായിട്ട് ഡെയിലി കോയിൻസ് കൊടുക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാ നല്ല കാര്യങ്ങൾ, അതായത് അമ്മയെ ഹെൽപ്പ് ചെയ്യുക, അല്ല അച്ഛനെ ഹെൽപ്പ് ചെയ്യുക, ഹോംവർക്ക് ഫിനിഷ് ചെയ്യുക. അങ്ങനെ നല്ലതായിട്ട് കുട്ടി എന്ത് ചെയ്താലും കുട്ടിക്കൊരു ഒരു എന്താ പറയാ, ഒരു റിവാർഡ് പോലെ നമ്മൾ ഓരോ കോയിൻസ് കൊടുക്കുക. ആ കോയിൻസ് കൊണ്ട് വഞ്ചിയിൽ ഇട്ട് വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിപ്പിക്കാം. അപ്പൊ ഈ കുട്ടി എന്തെങ്കിലും ഒരു വസ്തു കണ്ട് ഇഷ്ടപ്പെട്ട് കരയുകയാണെങ്കിൽ നമുക്ക് പറയാം, നിന്റെ ബർത്ത്ഡേ ആവുമ്പോൾ നമ്മൾ ആ വഞ്ചി പൊട്ടിക്കും, അപ്പൊ നിനക്ക് ആ വസ്തു വാങ്ങാം. അപ്പൊ നമ്മൾ ഈ വഞ്ചി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഡയറിയോ ഒരു ബുക്കോ എന്തെങ്കിലും കൂടെ കൊടുക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാ, എന്ത് സാധനങ്ങളാണോ കുട്ടിക്ക് കണ്ട് ആഗ്രഹം തോന്നിയത് ആ സാധനത്തിന്റെ പേര് എഴുതി വെക്കാൻ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ എഴുതി വെക്കുക, വരയ്ക്കാൻ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ വരയ്ക്കുക. അതെല്ലാം നമ്മുടെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പേരൻസ് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. പേര് എന്താണ് വസ്തു എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഈ വഞ്ചി ഓപ്പൺ ചെയ്യുക. ചിലപ്പോൾ അതിനകത്തൊന്നും കാണില്ലായിരിക്കും, എങ്കിലും വഞ്ചി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുട്ടിയോട് ഈ ലിസ്റ്റ് എടുത്തിട്ട് വന്നിട്ട്, നിനക്ക് ഇതിൽ ഏത് ഐറ്റമാണ് വേണ്ടത്. എന്നിട്ട് കുട്ടിക്ക് ഏറ്റവും ഈ ഒരുപാട് ഐറ്റംസിന്റെ ലിസ്റ്റ് കാണും. കുട്ടികളല്ലേ, ഓരോ സമയത്ത് ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും.
ഇപ്പൊ ലാസ്റ്റ് ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടത് എന്ന് കുട്ടിയോട് ചോദിച്ചിട്ട് കുട്ടിയെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചിട്ട് കുട്ടിയുടെ ആ ഏണിങ്സിൽ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കി എന്തായാലും ക്യാഷ് ആഡ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയാണെങ്കിലും ശരി ക്യാഷ് ഇട്ട് അവരുടെ അധ്വാനത്തിൽ നിന്നും അവർക്കൊരു സമ്മാനം കിട്ടുന്ന പോലെ വേണം നമ്മൾ ആ ഐറ്റം അവർക്ക് വാങ്ങിക്കൊടുക്കാൻ. അല്ലാതെ കാണുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ശീലം കുട്ടികൾക്ക് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. പല വസ്തുക്കളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, അതെല്ലാം അവർക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പൊ അതിലും നല്ലത് അവരെയും കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണെങ്കിൽ എല്ലാം വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് മാറുകയും ചെയ്യും. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടോ എന്ന് അവർ ആലോചിക്കുകയും ചെയ്യും. അവർക്കൊരു സമ്പാദ്യശീലം വരികയും ചെയ്യും. ഈ ആവശ്യമില്ലാത്ത വാശിയും കരച്ചിലും ഒഴിവാവുകയും ചെയ്യും. ഒരു കാരണവശാലും പേരൻസ് എവിടെയെങ്കിലും കുട്ടി കണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഒരു കാരണവശാലും ആ കരച്ചിലിന്റെ മേലിൽ അത് സാധിച്ചു കൊടുക്കാൻ പാടില്ല. കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.